നമസ്കാരം, തുഞ്ചൻ വിഷൻ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പുതിയങ്ങാടി നേർച്ചയോടനുബന്ധിച്ച് തിരൂരിലും പരിസര പ്രദേശങ്ങളിലും 3 ദിവസം ഗതാഗത നിയന്ത്രണമെന്ന് SI സുമേഷ് സുധാകർ. ഏറ്റവും പ്രധാനപ്പെട്ട ബിപിയങ്ങാടി നേർച്ച നമ്മൾ നാളെ തുടങ്ങുകയാണ്. അപ്പോൾ ഏകദേശം 50,000-ഓളം ആളുകൾ, കുറഞ്ഞത് 19,000-ഓളം ആളുകൾ കാണുന്നതിനും അതിൽ പങ്കെടുക്കുന്നതിനുമായിട്ട് വരുന്ന ഈ സ്ഥലത്ത് നമുക്ക് ട്രാഫിക്കിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 3 ദിവസവും 3 രീതിയിലാണ് നമ്മുടെ ബന്ദോബസ്ത് അറേഞ്ച്മെൻറ്റ്. നമുക്ക് നാളെ ഒരു ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി തന്നെ ടൗണിൽ പ്രൊസഷൻ്റെ നീക്കങ്ങൾ ആരംഭിക്കും. ഏകദേശം 1:30 പ്രൊസഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ടൗണിലേക്ക് വരുന്ന ജനങ്ങൾ, ഇപ്പം താനൂർ ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾ മാക്സിമം നമുക്ക് 1 മണിക്ക് ശേഷം പിന്നെ ടൗണിലേക്കുള്ള വാഹനങ്ങൾക്ക് നമ്മൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ താനൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ വട്ടത്താണിയിൽ നിന്ന് തിരിഞ്ഞ്, അത് താനൂർ ഭാഗത്തു നിന്ന് തിരൂർ വഴി കോഴിക്കോടോ കുറ്റിപ്പുറമോ പൊന്നാനിക്കോ പോകേണ്ട ആളുകൾ വട്ടത്താണിയിൽ നിന്ന് തിരിഞ്ഞിട്ട് വയലത്തൂർ വഴി അങ്ങനെ കയറി പോകണം. അതുപോലെ തന്നെ പൊന്നാനി ഭാഗത്തുനിന്ന് തിരൂർ വഴി കടന്ന് കോഴിക്കോടോ അല്ലെ ആ ഏരിയയിലേക്ക് പോകേണ്ട ആളുകൾ നരിപ്പറമ്പിൽ നിന്ന് നേരെ ഹൈവേ കയറി നേരെ പോകുന്നതിനും, അതുപോലെ തന്നെ കുറ്റിപ്പുറത്തു നിന്ന് വരുന്ന ആളുകൾ തിരുനാവായയിൽ നിന്ന് തിരിഞ്ഞു പോകുന്നതിനും വേണ്ടി നോക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ വയലത്തൂരിൽ നിന്ന് ടൗണിലേക്ക് വരുന്ന ആളുകൾ സെൻട്രൽ ജംഗ്ഷനിൽ നിന്ന് ഏഴൂർ റോഡ് തിരിഞ്ഞ് തിരുനാവായക്കോ പൊന്നാനിക്കോ നമ്മൾ പോകേണ്ടതാണ്. അപ്പം ടൗണിലേക്കുള്ള വാഹന ഗതാഗതത്തിന്, ടൗണിൽ മീൻസ് നമ്മൾ സെൻട്രൽ ജംഗ്ഷനോ ബസ് സ്റ്റാൻഡോ വരുന്നതിന് നമുക്ക് കുഴപ്പമില്ല. ഏകദേശം നമ്മുടെ ഈ പ്രൊസഷൻ കടന്നു പോകുന്ന ഏരിയയിലുള്ള വാഹന ഗതാഗതത്തിന് ഉച്ചയ്ക്ക് 12:30 മുതൽ കൊടിയേറ്റം കഴിഞ്ഞിട്ട് ഒരു 1 മണിക്കൂറും കൂടെ നിയന്ത്രണം ഉണ്ടാകും. പിന്നെ ഇവിടുന്ന് പൊന്നാനി ഭാഗത്തുനിന്ന് നമുക്ക് ചമ്രവട്ടം റൂട്ടിലേക്ക് വരുന്ന വാഹനങ്ങളെല്ലാം തന്നെ നമ്മൾ വയലത്തൂരിൽ നിന്ന് ഒന്നെങ്കിൽ തിരുനാവായ ഭാഗത്തേക്കോ അല്ലെങ്കിൽ മംഗലം ഭാഗത്തേക്കോ നമ്മൾ തിരിച്ചുവിടും. രണ്ടാമത്തെ ദിവസം വൈകിട്ട് ഒരു 6 മണിയോടുകൂടി, 5:30-6 മണിയോടുകൂടിയാണ് പിന്നെ ഇതേ ഗതാഗത നിയന്ത്രണങ്ങൾ ഉണ്ടാകും. എങ്കിലും നാളെ ഉള്ള അത്രയും ഗതാഗത നിയന്ത്രണങ്ങൾ മറ്റന്നാൾ ഉണ്ടാവില്ല. അതായത് 7-ാം തീയതി ഉണ്ടാവില്ല. അതൊരു 5:30 to 12 മണി വരെ ഉള്ളൂ. അതിപ്പം വയലത്തൂർ, തിരുനാവായ, വട്ടത്താണി, സെൻട്രൽ ജംഗ്ഷൻ, പൂക്കയിൽ, ഇത്രയും ഏരിയയിൽ നമുക്ക് നിയന്ത്രണമുള്ളത്. ചെറിയ വാഹനങ്ങളൊക്കെ വരാമെങ്കിലും നിയന്ത്രണങ്ങളുണ്ടാവും. സാധാരണ ഒരു ഫ്രീ ഫ്ലോ ട്രാഫിക് ഉണ്ടാവില്ല, നിയന്ത്രണങ്ങളുണ്ടാവും വരവുകൾക്കനുസരിച്ച്. എന്നാൽ മറ്റന്നാൾ, അതായത് അവസാന നേർച്ചയുടെ അന്ന് ഈ പറയുന്ന ഈ പ്രൊസഷൻ്റെ ഇപ്പം നമ്മൾ കൊടുത്ത അതേ നിയന്ത്രണങ്ങൾ, ട്രാഫിക് നിയന്ത്രണങ്ങൾ തന്നെ പിന്നെ ഈ 8-ാം തീയതി വൈകിട്ട് ഒരു 5 മണി മുതൽ പുലർച്ചെ വരെ ഇതേ നിയന്ത്രണം ഉണ്ടാകും. പ്രധാനമായിട്ട് നമ്മുടെ വലിയ വാഹനങ്ങൾ, അതായത് കണ്ടെയ്നർ, ക്യാപ്സ്യൂൾസ്, ട്രക്കുകൾ, അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ നമ്മൾ നിർബന്ധമായിട്ട് ഒരു കാരണവശാലും നമ്മൾ ആലത്തിയൂരിനും നമ്മുടെ സെൻട്രൽ ജംഗ്ഷനും ഇടയ്ക്ക്, അതായത് ബിപിയങ്ങാടി നേർച്ച നടക്കുന്നതിൻ്റെ ഒരു 1.5 കിലോമീറ്റർ ആ ചുറ്റളവിൽ നമ്മൾ വലിയ വാഹനങ്ങളൊന്നും ഒരു കാരണവശാലും നമ്മൾ അനുവദിക്കുകയില്ല. അല്ല, പിന്നെ ഈവൻ പ്രൈവറ്റ് ബസ്സുകൾ അല്ലെങ്കിൽ ബസ്സുകളടക്കം നമ്മൾ ആലത്തിയൂരിൽ നിന്നും, അതായത് ഇതിൻ്റെ പീക്ക് ടൈമിൽ ആലത്തിയൂരിൽ നിന്നും തിരുനാവായയിൽ നിന്നും നമ്മുടെ ടൗണിൽ നിന്നും നമ്മൾ തിരിച്ചുവിടും. അതായത് ഇതിൻ്റെ 8-ാം തീയതി ഇതിൻ്റെ നമ്മുടെ പീക്ക് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 മണി മുതൽ ഒരു 2 മണി വരെയാണ്, 2-3 മണി വരെയാണ്. ഈ 7 മണി മുതൽ 2-3 മണി വരെ യാതൊരു തരത്തിലുള്ള വാഹനങ്ങളും നമ്മൾ ഇതിനുള്ളിലേക്ക് അനുവദിക്കുകയില്ല, ഈ നേർച്ച നടക്കുന്ന പരിസരങ്ങളിലേക്ക്. പിന്നെ നമ്മൾ നിയന്ത്രണങ്ങളിൽ ഇളവ് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വടക്കേങ്ങാടിയിൽ നിന്ന് ജാറം വരെയുള്ള സ്ഥലത്ത്, അതായത് ആ കാർണിവൽ നടക്കുന്ന ബൈപ്പാസ്, ജാറം, അങ്ങനെയുള്ള ഏരിയകളിൽ യാതൊരു കാരണവശാലും ഈ പീക്ക് ടൈമുകളിൽ ഒരു വാഹനങ്ങൾ അനുവദിക്കില്ല. ആംബുലൻസ് അല്ലെങ്കിൽ അതുപോലെ അത്യാവശ്യപ്പെട്ട വാഹനങ്ങൾ ഒഴികെ, ഈവൻ അവിടുത്തെ ലോക്കൽ പീപ്പിൾസിൻ്റെ അവരാണേലും അവർ സഹകരിക്കുക. പിന്നെ വാഹനങ്ങളിലൊക്കെ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആ ഒരു സർക്കിളിൽ, അതായത് വടക്കേങ്ങാടി, ജാറം, ആ ബൈപ്പാസ് ഏരിയയിലെ ഇടയ്ക്കുള്ള ആളുകളൊക്കെ അവരുടെ വാഹനങ്ങൾ കുറച്ച് പുറത്തിട്ടിട്ട് അവിടുന്ന് പോവുകയോ കുറച്ച് നടന്നു വരാനായിട്ടോ അവർ ശ്രമിക്കേണ്ടതാണ്. ഇവിടുന്ന് ഇപ്പോൾ സിറ്റി സർവീസുകൾ, നമ്മളിപ്പം ബിപിയങ്ങാടി ടച്ച് ചെയ്യാതെ പിന്നെ ആലത്തിയൂർ ചെല്ലേണ്ട വണ്ടികൾ പിന്നെ നമ്മൾ മാങ്ങാട്ടിരിയിൽ നിന്ന് നേരെ അണ്ണശ്ശേരി കയറിപ്പോകും. തിരിച്ചു വരുന്ന വാഹനങ്ങൾ പിന്നെ ആലത്തിയൂരിൽ നിന്ന് വന്നിട്ട് നേരെ തിരുനാവായല്ല, പിന്നെ ഇവിടെ കയറിയിട്ട് തിരുനാവായല്ല, അതിൻ്റെ അപ്പുറത്ത് മംഗലം കഴിഞ്ഞിട്ട് മംഗലത്തു നിന്ന് നമ്മൾ ആലിങ്കൽ വഴിയിട്ട് കയറും.